ശബരിമലയിൽ ആചാര ലംഘനങ്ങൾക്കെതിരെ നിലകൊണ്ട അയ്യപ്പ ഭക്ത സമൂഹമുണ്ട്. യുവതീ പ്രവേശന സമയത്ത് വിശ്വാസ സംരക്ഷണത്തിനായി സ്വന്തം ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നവർ. 2019 നാമജപ ഘോഷയാത്രയ്ക്ക് നേരെ CPM നടത്തിയ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ പന്തളത്തെ ചന്ദ്രൻ ഉണ്ണിത്താന്റെ ഓർമ്മകളിലാണ് കുടുംബം. ചന്ദ്രനുണ്ണിത്താന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ വാഹനത്തിന്റെ പദ്ധതിയിലായി കടന്നുവരികയാണ്. CPM ഭരണകൂടത്തിന്റെ വിശ്വാസലംഘനത്തിനെതിരെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെ 2019 ജനുവരി 2-ാം തീയതിയാണ് ശബരിമലയിലെ ആചാരലംഘനത്തിനെതിരെ പന്തളത്ത് അയ്യപ്പ ഭക്തരുടെ നാമജപയാത്ര നടന്നത്. അന്ന് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അയ്യപ്പ ഭക്തർക്ക് നേരെയുണ്ടായ കല്ലേറിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റാണ് പന്തളം കുരമ്പാല സ്വദേശി ചന്ദ്രൻ ഉണ്ണിത്താന് ജീവൻ നഷ്ടമായത്. എന്നാൽ ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് CPM ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അന്നത്തെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് കേട്ടപ്പോൾ ചന്ദ്രൻ ഉണ്ണിത്താന്റെ കുടുംബത്തിന് ഓർമ്മ വന്നത് ആ നാളുകളാണ്. ആയിരുന്നു അയ്യപ്പൻ എന്ന് വെച്ചാൽ അങ്ങ് ഇരിക്കുമായിരുന്നു. ഇവിടെ ജനിച്ചു വളർന്നല്ലേ, അയ്യപ്പനെ ഭയങ്കര വിശ്വാസമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. ഒത്തിരി ദിവസം കൊണ്ട് ഇത് കേട്ടപ്പം തൊട്ടേ ഭയങ്കര വിഷമമായിരുന്നു. ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ വീട്ടിലെ ജോലികളും അയ്യത്തേയും പിന്നെ മിഷീൻ്റെ പണിയായിരുന്നു, അതും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഒരു അറ്റായിക്കൊന്നും അല്ല, ചുമ്മാതെ പറഞ്ഞതാ അറ്റായിക്കാന്നും പറഞ്ഞ്. അവർ വീണ്ടും ജാമ്യത്തിൽ അവരിറങ്ങി. നമ്മുടെ കൺമുന്നിൽ തന്നെ നടക്കുന്നുണ്ട് അവർ. DYFI CPM പ്രവർത്തകരായ പ്രതികളെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങി. അയ്യപ്പ ഭക്തനായ തന്റെ അച്ഛന്റെ ജീവനെടുത്തവർക്കെതിരെ നിയമപോരാട്ടത്തിലാണ് മകൾ അഖില. പിന്നെ കേസ് ഇപ്പോൾ കോടതിയിൽ വിളിച്ചിരുന്നു. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഒരു CPMകാരെയാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളത് സംഘവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ സംഘം പറഞ്ഞു നമുക്കൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാമെന്ന്. വക്കീൽ മുഖാന്തരം കോടതിയെ നമ്മൾ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അതിൽ ഗവൺമെൻറ് ഇതുവരെ തീരുമാനമൊന്നും എടുത്ത്. പിന്നെ കേസ് ഇപ്പോൾ കോടതിയിൽ വിളിച്ചിരുന്നു. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഒരു CPMകാരെയാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളത് സംഘവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ സംഘം പറഞ്ഞു നമുക്കൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാമെന്ന്. വക്കീൽ മുഖാന്തരം കോടതിയെ നമ്മൾ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അതിൽ ഗവൺമെൻറ് ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തതുകൊണ്ടാണ്, അതായത് സ്ത്രീകളെ കയറ്റണമെന്നുള്ളൊരു തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇങ്ങനൊരു നാമജപ ഘോഷയാത്ര നടത്തേണ്ടി വരികയും അച്ഛന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യാൻ വന്നത്. ഇന്ന് കപട സ്നേഹവുമായി അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അവതരിക്കുന്ന മുഖ്യനുൾപ്പെടെയുള്ള ഇടതു നേതാക്കൾക്ക് നഷ്ടമായ ഈ ജീവനും കുടുംബത്തിനും മറുപടി നിൽക്കാനാകുമോ? ജനം, പത്തനംതിട്ട.